സുരേഷ് സാർ നമസ്കാരം. ഇപ്പോ ഇന്ത്യ മുഴുവൻ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ പ്രശ്നം എന്ന രീതിയിൽ ചർച്ചയായിക്കൊണ്ട ഒരു വിഷയമാണ് ആന്ധ്രയിലെ തിരുപ്പതി. അതായത് ആന്ധ്ര തിരുപ്പതി ടെമ്പിളിൽ അവിടെ ഉണ്ടാക്കുന്ന പ്രസാദത്തിൽ പന്നിക്കൊഴുപ്പ് അല്ലെങ്കിൽ ബീഫിന്റെ കൊഴുപ്പ് ഉണ്ട് എന്നുള്ളതിന്റെ ഒരു വലിയ വിഷയം. അപ്പോ ആ വലിയ വിഷയം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ആന്ധ്രയിൽ ഈ വിഷയം കത്തുകയാണ്. സനാതന ധർമ്മ സംരക്ഷണ സേനയൊക്കെ തുടങ്ങുമെന്നാണ് അവിടെയുള്ള ഇപ്പോഴത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പവൻ കല്യാൺ അടക്കം പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രം ഈ കാര്യത്തിൽ നേരിട്ടിടപെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കർണാടകയിലേക്ക് വരികയാണെങ്കിൽ കർണാടക ഗവൺമെന്റ് യാതൊരുവിധ പ്രൊവോക്കേഷനും ഇല്ലാതെ അവർ പറഞ്ഞിരിക്കുകയാണ്, ഇനി അമ്പലങ്ങളിലെല്ലാം നന്ദിനി എന്ന് പറയുന്ന തങ്ങളുടെ തനതായിട്ടുള്ള പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ മതി, അവരുടെ ഗീ ഉപയോഗിച്ചാൽ മതി, അവരുടെ പാൽ ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ Karnataka Milk Federation KMF installs GPS tracking on its vehicles supplying Nandini ghee to the Tirupati. നന്ദിനി നെയ്യ് കൊണ്ടുപോകുന്ന അവരുടെ ആ ഒരു കണ്ടെയ്നറുകളിലെല്ലാം അവർ അതിൽ എന്തെങ്കിലും കൃത്രിമത്വം വരുത്തുന്നുണ്ടോ അല്ലെങ്കിൽ റൂട്ട് മാറ്റിവിടുന്നുണ്ടോ എന്നറിയാനായിട്ട് GPS ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോ എൻറ്റയർ ഇന്ത്യ ആ കാര്യത്തിൽ, അതായത് ഈ ലാബ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ ഷോക്കിലാണ് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് ഗുണനിലവാരമുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. അമൂൽ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു ഒരു ആളുകൾ, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ചില ദുഷ്ടശക്തികൾ അമൂൽ എന്ന് പറയുന്ന പ്രോഡക്ട്സിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കിയത് സാറ് ശ്രദ്ധിച്ചായിരുന്നു. ആ പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസം അമൂല് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത്തരത്തിൽ യാതൊരുവിധ കാര്യവും ചെയ്യുന്നില്ല, നമ്മൾ തിരുപ്പതിയിലേക്ക് നെയ്യ് സപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങളും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല, അമൂല് അവര് ഒഫീഷ്യലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതാരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിൽ എന്നുള്ള ഒരു അന്വേഷണം കഴിഞ്ഞ ദിവസം ഞാൻ നടത്തുകയുണ്ടായി. AR ഡയറി ഇവരാണ് ഇപ്പോ തിരുപ്പതിയിലേക്ക് നെയ്യ് സപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ തിരുപ്പതി ലഡുവിലേക്കുള്ള കോമ്പോണൻസ് ഇവർ സപ്ലൈ ചെയ്യുന്നത്. ഇപ്പൊ AR ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഇവരുടെ അഡ്രസ് വന്നിട്ട് മധുരൈ റോഡ്, ബേഗംപൂർ പോസ്റ്റ്, ദിണ്ടിഗൽ, തമിഴ്നാടു 624003. ഇതാണ് ഇവരുടെ അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോ ഇവർ തിരുപ്പതിയിലേക്ക് മാത്രമല്ല കാര്യങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. അതായത് രാജ് മിൽക്ക്, RAAG, രാജ് മിൽക്ക് എന്ന് പറയുന്ന പാല് ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. AR ഡയറിയിൽ നിന്നാണ് ഈ രാജ് മിൽക്ക് വരുന്നത്. ഈ AR ഡയറിക്കെതിരെയാണ് ഇപ്പോൾ പന്നി നെയ്യ് അല്ലെങ്കിൽ ബീഫിന്റെ മാലിന്യം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആരോപണം സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഈ രാജ് മിൽക്ക് എന്ന് പറയുന്ന ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ പാല് ഇവരുടെ കമ്പനി പ്രൊഫൈലുണ്ട്. ഇവരുടെ ഈ കമ്പനി പ്രൊഫൈലാണ് ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത്. നമുക്കത് കാണിക്കാം. ഇതാണ് ഇവരുടെ കമ്പനി പ്രൊഫൈൽ എന്ന് പറയുന്നത്. നമുക്കത് സൈഡിൽ കാണിക്കാം, ഇത് പറയുമ്പോൾ തന്നെ കാണിക്കാം. ഈ കമ്പനി പ്രൊഫൈൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാജ് മിൽക്കിന്റെ ഈ കമ്പനി പ്രൊഫൈൽ ഇവിടെ വരും. ഈ കമ്പനി പ്രൊഫൈൽ ഇതാണ് രാജ് മിൽക്ക്, RAAG, രാജ് മിൽക്കിന്റെ കമ്പനി പ്രൊഫൈൽ. ഈ കമ്പനി പ്രൊഫൈൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഈ കമ്പനി പ്രൊഫൈലിന്റെ ഏറ്റവും താഴെ പോകുമ്പോൾ, ഈ രാജ് മിൽക്കിന്റെ കമ്പനി പ്രൊഫൈലിന്റെ ഏറ്റവും താഴെ പോകുമ്പോൾ അവർ വാല്യൂഡ് കസ്റ്റമേഴ്സ്, കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കൊടുത്തു. അതായത് രാജ് മിൽക്ക് തന്നെ അവരുടെ മിൽക്ക് പ്രോഡക്ട്സ് സപ്ലൈ ചെയ്യുന്ന കസ്റ്റമേഴ്സിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ആ പേര് വായിച്ചപ്പോഴാണ് ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് ഈ സംശയമുണ്ടായത്. അവരുടെ വാല്യൂഡ് കസ്റ്റമേഴ്സ് ഇൻക്ലൂഡ്സ് ശരവണ സ്റ്റോർസ് ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ്, ചെന്നൈയിലെ ശരവണ സ്റ്റോഴ്സിന് ഇവര് പാൽ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ശ്രീ വൈഷ്ണവി ഡയറി സ്പെഷ്യാലിറ്റീസ് പ്രൈവറ്റ് ലിമിറ്റഡ്, കമ്മം, ആന്ധ്രാപ്രദേശ്, അവിടേക്ക് ഇവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. മലനാട് ഡയറി മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ, കാഞ്ചിറപ്പള്ളി, കേരള, അവർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, തിരുവനന്തപുരം ഡയറി മിൽമയിലേക്കും ഇവരുടെ പാൽ ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാണ് അവർ വാല്യൂഡ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് എന്നുള്ള അവരുടെ ഈ കാര്യത്തിൽ തന്നെ അവരുന്നയിക്കുന്ന സംഭവം എന്ന് പറയുന്നത്. അതിൽ മിൽമയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് പന്നി നെയ്യ് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന ഒരു AR ഡയറി എന്ന് ഇപ്പൊ സയന്റിഫിക്കലി പ്രൂവ് ആയിരിക്കുന്ന അവരുടെ മിൽക്ക് പ്രോഡക്റ്റ് ആയിട്ടുള്ള പാൽ ഉൽപാദന കമ്പനി ആയിട്ടുള്ള രാജ് മിൽക്കിന്റെ മിൽക്ക് പ്രോഡക്ട്സിന്റെ വാല്യൂഡ് കോർപ്പറേറ്റ് കസ്റ്റമേഴ്സിൽ നമ്മൾ മിൽമയും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ അവര് പറയുന്ന കാര്യമാണിത്. ഇനി മിൽമയുടെ ഭാഗത്ത് നിന്ന് അമൂലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് പോലെ ഒരു ക്ലാരിഫിക്കേഷൻ വരണം. കാരണം ഇവർ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരണം. അല്ലെങ്കിൽ മിൽമയുടെ ഭാഗത്ത് നിന്ന് മിൽമ എന്താണ് ഇവരിൽ നിന്ന് വാങ്ങിക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വരണം. നമ്മളുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതാണ് ഇതിൽ
എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് യഥാർത്ഥത്തിൽ മിൽമ തന്നെ ജനങ്ങളോട് പറയേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതാണ് ഇതിൽ ഞാൻ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അമൂൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. സാറിന് എന്താണ് തോന്നുന്നത് ഈ കാര്യത്തിൽ? മനുഷ്യ ഇതൊരു കോർപ്പറേറ്റ്, വേറൊരു കമ്പനി ഉണ്ട്, KSC തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനി ഉണ്ട്. അതുകൊണ്ട് KSC ലിമിറ്റഡ് തൃശ്ശൂർ. എനിക്ക് ഇവരെന്താണ് ഈ കമ്പനിയുടെ ഫുൾ ഫോം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതല്ലാണ്ട് പോണ്ടിച്ചേരി കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ അവർക്കും വിൽക്കുന്നുണ്ട് ഇവര്. ഇപ്പൊ ഇവര് പാല് മാത്രമാണോ വിൽക്കുന്നത് അതോ വേറെ വല്ലതും വിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് സംശയം വരുന്നത്. അപ്പോ ഈ പറഞ്ഞ മാതിരി KSC ലിമിറ്റഡ് ഡയറി ഡിവിഷനാണ് സാർ, അതൊരു ഡയറി ഡിവിഷനാണ് തൃശ്ശൂരുള്ള. അപ്പോൾ ഇവര് ഈ പറഞ്ഞ മാതിരി ഈ കമ്പനികൾ പാല് മാത്രമാണ്, നമുക്കറിയാം കേരളത്തിൽ പാലിന്റെ ക്ഷാമമുണ്ട്, നല്ല ക്ഷാമമുണ്ട്. അപ്പൊ കുറെ പ്രൈവറ്റ് കമ്പനികളും ഈ പറഞ്ഞ മാതിരി നന്ദിനി വരാൻ നോക്കിയപ്പോൾ അവിടെ ഒരു ഗ്രടിയൊക്കെ ഉണ്ടായിരുന്നു കേരളത്തിൽ, അവരെ കയറ്റില്ല നിങ്ങൾ അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാസർഗോഡ് സൈഡൊക്കെ കയറ്റും. പക്ഷെ അത് പിന്നെ എന്തായിട്ട് എനിക്ക് അറിഞ്ഞൂടെ എന്തായി നല്ല പറ്റിയിട്ട്. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ തിരുമലയുടെ ലഡുവിന്റെ പിന്നിലുള്ള കഥയല്ല, ഈ AR ഡയറിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അത് ഞാനല്ല പറയുന്നത്, ചന്ദ്രബാബു നായിഡു തന്നെ പറഞ്ഞു ഈ കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തു. ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുള്ളതാണ്, അവരവിടെ ഹൈദരാബാദിൽ നല്ലൊരു ഫസ്റ്റ് ക്ലാസ് നെയ്യ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. 1 കിലോ നെയ്യിന് അവർ ചാർജ് ചെയ്യണത് 1800 രൂപയാണ്. 1800 രൂപ വരെ ഉണ്ട്, ചിലപ്പോൾ 2000 ആവും സീസൺ വെച്ചിട്ട്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ നെയ്യിന് ഇവർ 400 രൂപയ്ക്കൊക്കെ വിൽക്കുകയാണെങ്കിൽ അതിന് പിന്നെ ആ 400 രൂപയ്ക്ക് വിൽക്കണതിൻ്റെ ഒരു സംശയമുണ്ട് നമുക്ക്. 400 രൂപയ്ക്ക് എങ്ങനെയാണ് ഒരു സാധനം വിൽക്കാൻ പറ്റുക? നമുക്ക് മിനിമം ഒരു ലിറ്റർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കിലോ നെയ്യ് ഉണ്ടാക്കണമെങ്കിൽ 32 ലിറ്റർ പാല് വേണം എന്ന കണക്ക്, നല്ല കൊഴുപ്പുള്ള പാൽ. അതിന്ന് എടുത്തിട്ട് പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിംഡ് മിൽക്കായി പോകും. ആ സ്കിംഡ് മിൽക്കായിട്ട് വിൽക്കാം, പക്ഷെ ഗീന്റെ പ്രൊഡക്റ്റ് മാറ്റും അതിന്നവർ. നമുക്കൊക്കെ അറിയാം, ചിലരൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഈ പരിപാടികൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ഗീ ഒക്കെ മാറ്റി വെച്ച്, നെയ്യൊക്കെ മാറ്റി വെച്ച് അവസാനം ഇതൊക്കെ ലാസ്റ്റ് നെയ്യായിട്ട് മാറ്റിയെടുക്കും നമ്മൾ. അത് നമ്മുടെ ഒരു റെഗുലർ ഇതാണ്. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവരെങ്ങനെയാണ് ഈ റേറ്റിന് സപ്ലൈ ചെയ്യുന്നത്? അതാണ് ആദ്യം അറിയേണ്ടത്. ഈ നന്ദിനിക്കാർ കൊടുത്തിട്ടിരുന്നത് 400 രൂപ ഒരു കിലോനാണ്. അതും എനിക്ക് സംശയമുണ്ട്. 2023 കർണാടക മിൽക്ക് ഫെഡറേഷൻ നന്ദിനിയുടെ ബ്രാൻഡ് ഓണർ അവർ വിറ്റിട്ടിരുന്നത് തിരുമലയ്ക്ക് 400 രൂപ ഒരു കിലോ. ചിലപ്പോൾ ഒരു കാര്യമുണ്ട്, ഇതിന് ഈ തിരുമലയിൽ വാങ്ങണ ഗീന്റെ കണക്കുണ്ടല്ലോ, അത് വല്ലാത്തൊരു കണക്ക് തന്നെയാണ്. ഈ ലഡു തുടങ്ങിയത് എപ്പോഴാന്ന് പറഞ്ഞാൽ 1715 ഓഗസ്റ്റ് 2, 1715. എത്ര കൊല്ലായി നോക്കൂ. ഓക്കെ, ഓൾമോസ്റ്റ് ഒരു 300 കൊല്ലം പഴക്കമുണ്ടാവും പറയും. അത് കഴിഞ്ഞ് തിരുമലയിൽ ഇതിൻ്റെ ഒരു പേറ്റന്റ് എടുത്തായിരുന്നു ഇവർ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയും, GI ടാഗ് എന്ന് പറയും. ഇപ്പം നമ്മുടെ ബാലരാമപുരത്തെ നെയ്ത്തുകളും അങ്ങനെ കുറേ പ്രോഡക്ട്സ് ഉണ്ടാവും, അതിൻ്റെയൊക്കെ ഉണ്ട്. തിരുമലയ്ക്ക് ഒരു കൊല്ലം ഈ ലഡു മാത്രം വിറ്റിട്ടുണ്ടാക്കണത് TTD തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഉണ്ടാക്കുന്നത് 500 കോടിയാണ്. 500 കോടി. അപ്പോൾ ഒരു ദിവസം ഇവർക്ക് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3.5 ലക്ഷം ലഡു ആണ് ഒരു ദിവസം ഉണ്ടാക്കുക. 3.5 ലക്ഷം ലഡു അത് ഉണ്ടാക്കണമെങ്കിൽ ഇവർക്ക് വേണ്ടത് 16,000 കിലോ നെയ്യാണ്. അത് പ്യുവർ കൗ ഘീ. ഓക്കെ, പശുവിന്റെ നെയ്യ് തന്നെ വേണം. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ടെൻഡർ വിളിച്ചത്. അപ്പോൾ ആ ടെൻഡർ എപ്പോഴും വിളിക്കുമ്പോൾ ഒരു 6 മാസം ടെൻഡറാണ് വിളിക്കുക. അത് യൂഷ്വലി ഒരു 35 ലക്ഷം കിലോ ഗീനാണ് ടെൻഡർ വിളിക്കുക. 35 ലക്ഷം ഗീ സപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു ക്വാണ്ടിറ്റിയാണ്. നമ്മുടെ അവിടെ മിൽമയ്ക്കൊന്നും പറ്റില്ല, നന്ദിനിക്ക് പറ്റും, ഈ പറഞ്ഞ മാതിരി അമുലിന് പറ്റും. ആന്ധ്രയുടെ വിജയ എന്നൊരു പ്രോഡക്റ്റ് ഉണ്ട് അവരുടെ ഗവൺമെന്റ് തന്നെ പാലിന്റെ കമ്പനി, അവർക്ക് പറ്റുന്നില്ല. അവർ ഈ ടെൻഡറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ആലോചിച്ചു, ആന്ധ്ര ഗവൺമെന്റിന്റെ കമ്പനി തന്നെ തിരുമലയ്ക്ക് നെയ്യ് കൊടുക്കുന്നില്ല, അവർക്ക് കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് ഈ പറയുന്നത്. പക്ഷെ തിരുമലയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ധനുഷേ, ഒരു 85,000 ലിറ്ററിന്റെ ഒരു കപ്പാസിറ്റിയിൽ ഒരു ഗീന്റെ ഒരു ടാങ്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ലഡു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിൽ കടലമാവ് 15,000 കിലോ അത് ഇതെന്നിട്ട് കുറെ പരിപാടി ഉണ്ട്. ഈ ലഡു വിൽക്കണതാണ് നമ്മൾ ഈ അറിഞ്ഞിരിക്കണം എന്തിനാണെന്നുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന 4 തരം ലഡുവാണ് തിരുമലയിൽ. അതൊരു ഫ്രീ ലഡു എന്ന് പറയും, 25 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അത് എല്ലാ ഡിവോട്ടീസും ദർശനം കഴിഞ്ഞ് ഒരു ലഡു കൊടുക്കും. പിന്നെ ഒന്നുള്ളത് 160 to 175 ഗ്രാമുള്ള പ്രോക്തം ലഡു എന്ന് പറയും. അത് 50 രൂപയ്ക്കാണ് വിൽക്കുക. അത് TTD അതും ഒരു ലഡു ഫ്രീ ആയിട്ട് എല്ലാവർക്കും കൊടുക്കും. ഓക്കെ, അത് വേറെ രണ്ടാമത്തെ. മൂന്നാമത്തെ കല്യാണോത്സവം ലഡു എന്ന്, അത് നമ്മൾ സ്പെഷ്യൽ സേവകൾ കുറേ ഉണ്ട് തിരുമലയിൽ. അതിൽ 700 ഗ്രാം ഉണ്ട്. നോർമലി ഒരു 160 ഗ്രാം ഉണ്ടെങ്കിൽ ഇത് 700 ഗ്രാമിന്റെ ലഡു, വലിയ ലഡുവാണ്. അത് 250 രൂപയ്ക്കാണ് ഇവർ വിൽക്കുക. പിന്നെ ഒരു ആസ്ഥാന ലഡു എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ പുറത്ത് വിൽപ്പനയില്ല, അത് ഇന്റർണൽ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പറഞ്ഞ മാതിരി ഒരു ദിവസം 12 to 13 കോടി ലഡുകളാണ് വിൽക്കുക തിരുമലയിൽ.
ഓക്കെ, ചിലത് തിരുമലയിൽ നിന്ന് പുറത്തേക്കും പോകും കേട്ടോ. ബാക്കിയുള്ള തിരുമലയുടെ അമ്പലങ്ങൾ അവിടെ അവിടെ ഉണ്ട്, ഡൽഹിയിലുണ്ട്, ഹൈദരാബാദിലുണ്ട്, വിജയവാഡയിലുണ്ട്, ഈ പറഞ്ഞ മാതിരി കുറേ സ്ഥലത്തുണ്ട്. അവർ അവിടെയും ഈ ലഡ്ഡു കൊടുത്തയക്കും. അപ്പോൾ നമ്മൾ കണ്ടു രാമ ജന്മഭൂമി തുടങ്ങിയപ്പോൾ അങ്ങോട്ടും ലഡ്ഡു കൊടുത്തയച്ചിരുന്നു അവർ. എനിക്ക് നമ്പർ ഓർമ്മയില്ല, പക്ഷെ കുറേ ലക്ഷം ലഡ്ഡുകളെ കണ്ടാണ് അവർ അങ്ങോട്ട് അയച്ചു കൊടുത്തത്. ഈ ലഡ്ഡു എന്ന് പറഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് തന്നെ ഉണ്ട്, അത് നമുക്ക് സമ്മതിക്കാൻ പറ്റും. ഈ തിരുമല ലഡ്ഡു കഴിക്കുക തന്നെ പറഞ്ഞാൽ അതിന്റെ സ്മെല്ല് തന്നെ കുറെ ദൂരത്ത് നിന്ന് നമുക്ക് അതിന്റെ സ്മെല്ല് വരും. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ ഒരു കോൺട്രവേഴ്സിയിൽ നമ്മുടെ നാട്ടിലുള്ള മിൽമയ്ക്ക് ഇവര് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത പാല് മാത്രമായിരുന്നോ അതോ നെയ്യും സപ്ലൈ ചെയ്തിരുന്നോ? മിൽമ ഇവരുടെ കയ്യിൽ നിന്ന് നെയ്യ് വാങ്ങിച്ചിട്ടുണ്ടോ? ഡയറിയുടെ പ്രധാനമായിട്ടും നമ്മൾ ചോദിക്കുന്നത് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മായം കലരാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് മിൽമയെ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ മിൽമയെ ടാർഗറ്റ് ചെയ്യാനോ അല്ല ഈ വീഡിയോ. ഇത് നിങ്ങൾ മിൽമ എന്ന് പറയുന്ന ഇവിടെ തിരുവനന്തപുരത്തെ നമ്മുടെ പാലുൽപാദന കമ്പനി, അത് രാജ് മിൽക്ക് RAAJ എന്ന് പറയുന്ന രാജ് മിൽക്ക് AR ഡയറീസിന്റെ രാജ് മിൽക്കിൽ നിന്നും നിങ്ങൾ അവരുടെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് ആണെന്ന് അവരുടെ സൈറ്റിൽ തന്നെ അവർ കൊടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പാൽ ഉൽപ്പന്നങ്ങൾ മേടിക്കാറുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ എന്ത് തരം ഉൽപ്പന്നങ്ങളാണ് മേടിക്കുന്നത്? ഈ രാജ് മിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന AR ഡയറീസ് ആണ് പന്നിയുടെ കൊഴുപ്പും ബീഫ് മാലിന്യവും അടക്കം തിരുപ്പതി ലഡുവിൽ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞ ആരോപണം നേരിട്ട് അവരെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിത് അറിയാനുള്ള അവകാശമുണ്ട് എന്നുള്ളതിന്റെ പുറത്താണ് നമ്മളിത് ചോദിക്കുന്നത്. കൃത്യവും വ്യക്തവുമാണ് കാര്യങ്ങൾ. സാർ തുടരാം. അപ്പൊ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല ധനുഷേ, ഈ പറഞ്ഞ മാതിരി നമ്മൾ പാലെന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് കാലത്ത് ചായ കുടിക്കണ തൊട്ട് ഈ പറഞ്ഞ മാതിരി തൈരായാലും മോരായിട്ടും പിന്നെ നെയ്യായിട്ടും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്. മിൽമ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ട്രസ്റ്റ് വർത്തി ബ്രാൻഡാണ് കേരളം. നമ്മൾ അമുല് മാതിരിയാണ്, ആന്ധ്രയിലെ വിജയ മാതിരിയാണ്, കർണാടകത്തിലെ നന്ദിനി മാതിരിയാണ്, ഡൽഹിയിലും നോർത്തിലുള്ള മദർ ഡയറി എന്ന് പറയും, അതാണ് അവരുടെ മാതിരിയാണ്. അപ്പൊ ഇതിന്റെ ഒരു മെയിൻ റീസൺ നമ്മൾ പറയാൻ കാരണം നമ്മുടെ ഒരു ഇപ്പൊ ആന്ധ്രയിൽ വന്ന ഈ കോൺട്രവേഴ്സിയിൽ തന്നെ നമ്മൾ പറഞ്ഞു ഇവര് പന്നിയുടെ ലാർഡ് ഉപയോഗിച്ചു, അതേമാതിരി ബീഫിന്റെ അത് ഉപയോഗിച്ചു, ഫിഷ് ഓയിൽ ഉപയോഗിച്ചു. ഫിഷ് ഓയിൽ ഉപയോഗിച്ചു. അപ്പൊ അതിന്റെ ടെസ്റ്റ് നടന്നത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്നുണ്ട്, ബോർഡുണ്ട് ഗുജറാത്തിൽ, അവിടെയാണ് നടന്നത്. അത് നടന്നപ്പോൾ തന്നെ ഇവരൊരു കോൺട്രവേഴ്സി തുടങ്ങി, കർണാടകക്കാരൻ തുടങ്ങി. അവർ പറഞ്ഞു അമുലും സപ്ലൈ ചെയ്യാറില്ല. അപ്പൊ അമുൽ ക്ലാരിഫൈ ചെയ്ത് ഞങ്ങൾ തിരുമലയ്ക്ക് ലഡ്ഡു സപ്ലൈ നെയ്യ് സപ്ലൈ ചെയ്യാറില്ല, ഞങ്ങൾ അതിൽ കോൺട്രാക്ട് ബിഡ് ചെയ്യാറില്ല. അമുൽ ക്ലിയർ ആയിട്ട് അത് അവരുടെ ഓൺ റീസൺ ഉണ്ടായിരിക്കും, ചിലപ്പോൾ അവർക്ക് കപ്പാസിറ്റി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ലഡ്ഡു എത്ര കിലോ ഗീ കൊടുക്കണമെങ്കിൽ ഈ പറഞ്ഞ 38 ലക്ഷം കിലോ ആണ് 6 മാസം സപ്ലൈ ചെയ്യേണ്ടത്. അതിൽ ഒരു 16,000 കിലോ ഒരൊറ്റ ദിവസം സപ്ലൈ ചെയ്യണം, ഡെയിലി സപ്ലൈ. അത് എല്ലാ ഡയറിക്കൊന്നും പറ്റില്ല ധനുഷ്, അതിനൊരു കപ്പാസിറ്റി വേണം. പോസിബിളി നന്ദിനിയുടെ അടുത്ത് കാണുമോ, അതാണ് അവർ കോൺട്രാക്ട് കൊടുക്കുന്നത്. ഇൻഫാക്ട് നന്ദിനിയുടെ അടുത്ത് ആയിരുന്നു കോൺട്രാക്ട്, പക്ഷെ ഒരു ജഗൻമോഹൻ റെഡ്ഡിയുടെ ലാസ്റ്റ് ഒരു കൊല്ലത്തിനുള്ളിൽ ഇലക്ഷൻ വരുന്നതിന് ഒരു കൊല്ലം മുമ്പ് ഈ കോൺട്രാക്ട് നന്ദിനി റേറ്റ് കൂട്ടിയിരുന്നു അവരുടെ പാലിന്റെ, അവരുടെ കർഷകരുടെ നിന്ന് വാങ്ങുന്ന പാലിന്റെ. അപ്പോൾ അവരെന്തോ നെയ്യിന്റെ റേറ്റ് കൂട്ടി. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ റേറ്റിൽ തരാൻ പറ്റില്ല, ഞങ്ങൾ ഇന്ന് വിഡ്രോ ചെയ്യണം ടെൻഡറിന്ന്. അപ്പോഴാണ് ഈ AR ഡയറി എന്ന് പറഞ്ഞ പാർട്ടി എത്തിക്കിട്ടുന്നത്. അവര് 400 റുപ്യ 350 റുപ്യക്കൊക്കെയാണ് ബിഡ് ചെയ്തേക്കുന്നത്. 350 കണ്ട് 350 നിങ്ങൾക്ക് 1 കിലോ നെയ്യ് സപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ പുറത്തെ മാർക്കറ്റിൽ ഏത് നല്ല നെയ്യിന്റെ കമ്പനി, അത് മിൽമ ആയിക്കോട്ടെ, അമുൽ ആയിക്കോട്ടെ, നന്ദിനി ആയിക്കോട്ടെ, നമുക്ക് കസ്റ്റമേഴ്സ് തരണത് മിനിമം ഒരു 600 റുപ്യ കിലോ ഉണ്ടാവും. 600 തൊട്ട് 700 റുപ്യ മിനിമം ഉണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾ 400 റുപ്യക്ക് തിരുമലയ്ക്ക് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ എന്തോ ഒരു അട്ടിമറി ചെയ്തിട്ടുണ്ട്. അത് AR ഡയറിമാരുടെ കമ്പനി, അവരുടെ ഇൻസ്റ്റാൾ കപ്പാസിറ്റി അവരൊരു വെബ്സൈറ്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് 2,50,000 ലിറ്റർ പാലാണ് അവർ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ ഈ കപ്പാസിറ്റിയിലുള്ള കമ്പനി എത്ര നെയ്യ് സപ്ലൈ ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടോ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. 1,60,000 കിലോ ഒരു ദിവസം കൊടുക്കണം. അപ്പൊ അതിന്റെ അർത്ഥം അവർ ഏതൊക്കെയോ സോഴ്സ് നിന്നാണ് നെയ്യ് കൊണ്ടിരുന്നത്, അവരുടെ ഓൺ പ്രൊഡക്ഷൻ ആയിരിക്കില്ല. അപ്പോൾ ചിലപ്പോൾ ഈ പറയും നാളെ തന്നോ ഞങ്ങൾ, നിങ്ങൾക്ക് ലാബ് വേണമല്ലോ. അപ്പൊ ഇത് ബെസ്റ്റ് പാർട്ട്, തിരുമലയുടെ അടുത്ത് എത്ര കാശുണ്ടായിട്ടും TTD-ക്കാര്, തിരുമല തിരുപ്പതി ദേവസ്ഥാനം, അവരൊരു ലാബ് വെച്ചിട്ടില്ല. ഇപ്പൊ അത് വെക്കാൻ പോണു. അവർക്കൊരു ലാബ് വേണ്ടതാണ്. അവിടെ പാലും ഏത് പ്രൊഡക്റ്റ് വന്നാലും ചെക്ക് ചെയ്യാൻ ഒരു ലാബ് വേണം. അത് ലാബ് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ധനുഷ് ഇതേ പറയാനുള്ളൂ, മിൽമ നമ്മുടെ കേരളത്തിലുള്ള കർഷകരുടെ നിന്ന് വാങ്ങുന്ന പാല് അത് വേറെ, പുറത്തുനിന്ന് വാങ്ങുന്ന പാല് വേറെ. പിന്നെ ഈ പറഞ്ഞ ചിലപ്പോൾ ഡ്രൈ പൗഡർ വാങ്ങുന്നുണ്ടാവും, പിന്നെ അവർ റീപാക്കേജ് മിൽമയുടെ പേരിലിടുന്നുണ്ടാവും, പേട വാങ്ങുന്നുണ്ടാവും, ഈ പറഞ്ഞ നെയ്യ് വാങ്ങുന്നുണ്ടാവും, വേറെ വേറെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാവും. മിൽമ ക്ലാരിഫൈ ചെയ്യണം, ഈ AR ഡയറി ആയിട്ട് ഞങ്ങൾക്ക് എന്ത് അസോസിയേഷൻ ഉള്ളത്, ഇപ്പോഴും ആ കോൺട്രാക്ട് ഉണ്ടോ, അതോ AR പറഞ്ഞ് ഇവരുടെ പേര്, മിൽമയുടെ പേര് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റണം എന്തായാലും. അത് മാറ്റി, ഇതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ബേസിക്കലി ഐ തിങ്ക് നമ്മളൊരു ക്ലാരിഫിക്കേഷൻ ആണ് ചോദിക്കുന്നത്, നമ്മൾ ആരെ അക്യൂസ് ചെയ്യല്ല അവിടെ. പക്ഷെ AR ഡയറി എന്തായാലും അക്യൂസ്ഡ് ആണ് ഈ കേസിൽ.
സംശയമില്ല. അപ്പൊ അവരുടെ ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. ബ്ലാക്ക് ലിസ്റ്റഡ് ആണ്. ബ്ലാക്ക് ലിസ്റ്റ് മാത്രമല്ല, ഈ ക്രിമിനൽ ചാർജ് വരും അവരുടെ നേരെ. ബിക്കോസ് നിങ്ങൾ ഈ ഭക്തജനങ്ങളുടെ ഒരു മെന്റൽ ഇതുണ്ടല്ലോ, അത് നിങ്ങൾ കളഞ്ഞു. ഇപ്പോൾ ഒരു തിരുമല ലഡ്ഡു കാണുമ്പോൾ 10 പ്രാവശ്യം ആലോചിക്കും ആൾക്കാർ കഴിക്കണോ വേണ്ടത്. പക്ഷെ ഇന്നലെ തൊട്ട് പറയുന്നുണ്ടായിരുന്നു സെയിൽ പിന്നെയും കൂടി. ബിക്കോസ് പ്രസന്റ് ബാച്ചിന് കുഴപ്പമില്ല. ഈ ബാച്ച് ഒരു 6 മാസം മുമ്പായിരുന്നു ഉണ്ടായിരുന്ന ലഡ്ഡു. പിന്നെ ഈ ലഡ്ഡുവിന് ഷെൽഫ് ലൈഫ് ഉണ്ട്, ഒരാഴ്ചക്കാട്ടിൽ കൂടുതൽ ഇരിക്കില്ല അത്. അപ്പൊ ആ സമയത്ത് ലഡ്ഡു എല്ലാം കഴിഞ്ഞു. അപ്പൊ പുതിയ ബാച്ചിൽ ആ കുഴപ്പമില്ല. നന്ദിനിയാണ് സപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് 6 മാസമായിട്ട്. ഇത് അതിന് മുമ്പ് നടന്നൊരു കോൺട്രവേഴ്സിയാണ്. അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ റിപ്പോർട്ട് വന്നു, ആരോ ഇത് എന്താ പറയുക ലോക്ക് ചെയ്ത് ലോക്കറിനോട് എടുത്ത് വെച്ചു. ഇപ്പൊ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് ചന്ദ്രബാബു നായിഡു വന്നിട്ട് ഇതിങ്ങനെ ഒരു പരിപാടി ഉണ്ടായെന്ന് മനസ്സിലായത്. ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പാല് മാത്രമല്ല, നമ്മൾ എന്ത് സാധനവും നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അതിനൊരു ക്രെഡിബിലിറ്റി വേണം. നമ്മുടെ ഈ പറഞ്ഞ മാതിരി ഈ കാലത്ത് ക്യാൻസറും മറ്റു രോഗങ്ങളും വരുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ ഈ പറഞ്ഞ മാതിരി പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചിട്ടും വളം ഉപയോഗിച്ചിട്ടും ഓരോ പച്ചക്കറിയും അതും ഇതും എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടതാണ്. ഈ AR ഡയറി എന്ന് പറഞ്ഞ കമ്പനി ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത കമ്പനിയുടെ മിൽമ ഇപ്പോഴും പാല് വാങ്ങുന്നുണ്ടോ, പാലല്ലാണ്ട് വേറെ എന്തെങ്കിലും വാങ്ങിയിരുന്നോ ലാസ്റ്റ് 1 കൊല്ലോ 2 കൊല്ലോ എത്ര കോൺട്രാക്ട് ഉണ്ടായിരുന്നു, അത് മിൽമ തിരുവനന്തപുരം ക്ലാരിഫൈ ആണ്. ഇത് മിൽമ തിരുവനന്തപുരം മാത്രമാണോ അതോ മിൽമയുടെ ബാക്കിയുള്ള കേന്ദ്രങ്ങൾക്കും ഇവർ മിൽമ തിരുവനന്തപുരം മാത്രമെന്നാണ് ഈ രാജ് മിൽക്ക് AR ഡയറീസിന്റെ രാജ് മിൽക്ക് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അവർ ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്. ഞങ്ങൾ ചോദിക്കുന്നത് ഒരു ക്ലാരിഫിക്കേഷൻ ആണ്. അത് അമൂൽ തന്നതുപോലെ കൃത്യമായിട്ട് മിൽമയും അത് ക്ലാരിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യം തന്നെയാണ് എന്നാണ് നമ്മളുടെ ആവശ്യം. അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.